ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കാർ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവർ പോപ്പുലറിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടുത്തെ കാറുകളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് മിൻഹാജ്. ഞാനിവിടെ പോപ്പുലർ കാർ ട്രെൻഡ്സിൻ്റെ പെരുമ്പാവൂർ ശാഖയിലെ ലീഡറാണ്. നമ്മളിവിടെ സെക്കൻഡ് ഹാൻഡ് ലോ കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിൻ്റെ സെയിൽസാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കേരളത്തിൻ്റെ തന്നെ പ്രമുഖ ഓട്ടോ ഡീലറായ പോപ്പുലർ ഡീലേഴ്സിൻ്റെ കീഴിൽ വരുന്ന രണ്ടാമത്തെ സെക്കൻഡ് ഹാൻഡ് സെയിൽസിൻ്റെ സ്ഥാപനമാണിത്. നമ്മളിവിടെ വളരെ തുച്ഛമായ ഓടിയ വണ്ടികൾ, അത് നമുക്ക് പോപ്പുലറിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടികൾ 25ഓളം ചെക്കിങ് കഴിഞ്ഞ് എടുക്കുന്ന വണ്ടികളാണ്. പെയിൻറ്റ് തിക്നെസ് ആയാലും ഇപ്പോൾ സെൻസേഴ്സ് മൊത്തം നമ്മുടെ ഇവിടുത്തെ വാല്യുവേറ്റേഴ്സ് ചെക്കിൻ ചെയ്ത് എടുക്കുന്ന വണ്ടികളാണ്. നമ്മളെ വണ്ടികൾക്ക് മൊത്തം 1 ഇയർ നമ്മൾ കമ്പനി വാറണ്ടി കൊടുക്കുന്നതാണ്. നമ്മുടെ ഓൾറെഡി ഉള്ള നമ്മുടെ വാറണ്ടി കൂടാതെ 1 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരിൽ നിന്ന് ആലുവ പോകുമ്പോഴായിട്ട് പ്രൈവറ്റ് റൂട്ടിൽ നെടുന്തോട് എന്ന ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ കാർ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഈ യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ ഇവിടുത്തെ കാറുകളൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ഇവിടുത്തെ സെയിൽസ് ടീം ലീഡർ മിസ്റ്റർ എന്താ പേരെന്താണ്, മിൻഹാജിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ടൊയോട്ടയുടെ എത്തിയോസ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറ. ഇത് നമ്മുടെ 2017 മോഡൽ എറ്റിയോസ് ആണ്. ജസ്റ്റ് 64,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്, പെട്രോൾ വണ്ടി. നമുക്ക് ഇതിനകത്ത് 1 ഇയർ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികൾക്കും 1 ഇയർ വാറണ്ടി. അത് 9 വർഷം 9 വർഷം വരെ പഴക്കമുള്ള എല്ലാ വണ്ടിക്കും 1 ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി ഷോറൂം സർവീസ് ഹിസ്റ്ററി നമ്മൾ കാട്ടും. നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ജെന്യൂൻ ആയിട്ട് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അപ്പൊ ഇതിന് റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല, മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ വലിയ കുഴപ്പമില്ല. ഇന്റീരിയർ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ, എക്സ്റ്റീരിയർ പക്കയാണ്. ടയറൊക്കെ ഒരു 70% അപ്പൊ ഉണ്ടല്ലേ. ടയർ ഇനി കുറവാണെന്നുണ്ടെങ്കിൽ മാറ്റിയും തരും. അപ്പൊ അത്രയും പക്കയാണ്. കാരണം ഇത് പോപ്പുലറിന്റെ സ്ഥാപനമാണ്. പിന്നെ മൈലേജ് എന്ത് കിട്ടി വണ്ടിക്ക്? ഈ വണ്ടിക്ക് ഒരു 17 പ്രതീക്ഷിച്ചാൽ മതി. 17 മൈലേജ് കിട്ടും. എത്ര റേറ്റ് പറഞ്ഞത്? ഇതിന്റെ റേറ്റ് 6,50,000. 6,50,000 നെഗോഷ്യബിൾ ആണ്. ഒരുപാട് നെഗോഷിയേഷൻ പ്രതീക്ഷിക്കേണ്ട, കമ്പനി അല്ലേ. ഇതൊരു ചെറിയൊരു രീതിയിൽ, കാരണം പോപ്പുലറിന്റെ ആയതുകൊണ്ട് ഇവർക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം. കുറെ ലോക്കൽ ഡീലേഴ്സ് ഒരുപാട് വില ഇട്ട് കൂട്ടിയിട്ട് അതിനകത്ത് 20,000 കുറച്ച്. അപ്പൊ ഇവര് കസ്റ്റമറെ ഇവരായിട്ട് സംസാരിക്കുമ്പോ നെഗോഷിയേറ്റ് ചെയ്യാം. നോ ഡ്രാമ ആക്ച്വലി. പിന്നെ ലോൺ എത്ര പെർസെന്റ് വരെ കയറും? ലോൺ നമുക്ക് 85% ലോൺ അവൈലബിൾ ആണ്. 85%, അതായത് ഒരു 5 ലക്ഷം രൂപ ഒക്കെ ലോൺ സുഖമായിട്ട് കിട്ടും. അപ്പോൾ 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ടൊയോട്ടയുടെ വണ്ടി, പിന്നെ ടൊയോട്ടയുടെ വണ്ടി ആകുമ്പോൾ നമുക്ക് റീസെയിൽ വാല്യൂം ഉണ്ട്. പിന്നെ പേടിക്കാൻ വേണ്ട, നല്ല വണ്ടി ആയിരിക്കുള്ളൂ, സർവീസ് ഒക്കെ പക്കയായിരിക്കുള്ളൂ. നമുക്ക് ഫെഡറൽ ബാങ്ക് നമുക്ക് ന്യൂ വണ്ടിയുടെ അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ പ്രൊവൈഡ് ചെയ്യും. ഫെഡറൽ ബാങ്ക് തരും. ബാങ്ക് സിബിൽ സ്കോർ 700 എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ വണ്ടിയുടെ അതേ ഇൻഷുറൻസ് ലെവലിൽ അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫെഡറൽ ബാങ്ക് ലോൺ തരും. അതായത് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഒരു 700 പോയിന്റിന് എബോവ് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ, അതായത് ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഡിമിനേഷിംഗ് ആണ് പലിശ. മറ്റേ പുറത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാർ ട്രെൻഡ്സ് ആയിട്ട് ബന്ധപ്പെടാം. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വണ്ടി ഹുണ്ടായുടെ i20 മാഗ്ന പെട്രോള്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. ഇത് 2018 മോഡലാണ് തന്നെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2018 എന്ന് പറഞ്ഞാൽ ഫ്ലഡിന് ശേഷമുള്ളത്. ഫ്ലഡ് ഇത് നമ്പർ ഇല്ലല്ലേ. ഫ്ലഡ് വണ്ടി ഒന്നും നമ്മൾ എടുക്കാറില്ല. ഫ്ലഡ് വണ്ടി ഒന്നും ഇവിടെ എടുക്കാറില്ല. ഇവര് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. 2024 ചെക്കിങ് കണ്ടിട്ട് എടുക്കാറ്. 24 ചെക്കിങ് ചെയ്തിട്ടാണ് ഇവർ വണ്ടി എടുക്കുക. അത് ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് എടുക്കുന്നത്. ഇനി അഥവാ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമറിനോട് പറഞ്ഞിട്ട് അവർ കൊടുക്കും. 8 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ജോയിലേട്ടൻ. അതെ, ഇതിനകത്ത് കോഴ്സ് ഒക്കെ പഠിച്ച് വിരുദ്ധനാണ്. പോപ്പുലറിന്റെ ആയതുകൊണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞ ഡീറ്റെയിൽസ്. ഇതിന്റെ 2018 മോഡല് 48,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്.
പിന്നെ കുറച്ച് പൊടി പിടിച്ചിറങ്ങുന്നത് ഇവിടെ നമ്മൾ മഴയത്ത് കിടക്കണം അതിൻ്റെ ആയിട്ടുള്ള ഇതുകളുണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് സർവീസ് ചെയ്തു. 1 year വാറന്റി ഉണ്ട്, 85% ലോൺ ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. മൈലേജ് ഒരു 11-12 മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി അല്ലേ? ഹ്യുണ്ടായി പെർഫോമൻസിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മൈലേജ് അത്ര വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കണ്ട. ഇത് i20 മാഗ്ന ഒരു 12-13 വരെയൊക്കെ മാക്സിമം കിട്ടും. മര്യാദക്ക് ഓടിച്ചാൽ 15 ഒക്കെ വരെയും കിട്ടും. അപ്പൊ ഹൈവേ ഒക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 15 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ലോക്കൽ ഒരു 11-12 കിട്ടും. വില എത്രയാണ്? വില പറഞ്ഞില്ല. ഇത് 5.25 ലക്ഷം രൂപ. 5.25 ലക്ഷം രൂപ. 5.25. 5.40 അവർ ചോദിക്കണമെന്ന് തോന്നല്ലേ? അത് 15 ഡിസ്കൗണ്ട് ചെയ്യാം. ഡിസ്കൗണ്ട് ഉള്ള രീതിയിൽ ഒരു 5.25-ന് ഒരു 4.5 ലക്ഷം രൂപ വരെയും ലോണും കിട്ടും. നല്ല വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ പക്കയാണ്. ടയർ ഭാഗമൊക്കെ ഒരു 80% ഒക്കെ ടയർ ഉണ്ട്. ഇനിയിപ്പോ ടയർ മാറ്റി തരണമെങ്കിൽ കുറവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, റീപ്ലേസ് ചെയ്ത് തരും. അപ്പൊ നല്ല കണ്ടീഷനായിട്ട് സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത് ഡെൻസോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇനി എങ്ങാനും ഉള്ളിലോ ടയറിന്റെ അടിയിലോ എവിടെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. എല്ലാം കണ്ടീഷനാക്കി തരുള്ളൂ. കാരണം ഇത് പോപ്പുലറിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് 1 വർഷം ഗ്യാരണ്ടി ഉണ്ട്. 1 വർഷം 9 വർഷത്തിനുള്ളിൽ പഴക്കമുള്ള എല്ലാ വണ്ടിക്കും 1 വർഷം ഗ്യാരണ്ടി ഒരു കൊടുക്കുന്നുണ്ട്. ഫുൾ സർവീസും കൊടുക്കും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി മാരുതി സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. ഇത് വരണത് 2019 മോഡലാണ്. 2019 മോഡല്. സെക്കൻഡ് ഓണർ ആണ്, പക്ഷെ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, പക്ഷെ വെറും 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ജെന്യുവിൻ കിലോമീറ്റർ. ചെക്ക് ചെയ്തോളൂ, ചെക്ക് ചെയ്യാം. ഇത് നമ്മള് 800 കിലോമീറ്ററിലെങ്ങാണ്ട് ഒരു ഓണർ ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. പുതിയത് വാങ്ങിച്ച ഉടനെ ലോ കിലോമീറ്റർ ആണ്. ഞാൻ ഇത് ഇവിടുന്ന് നമ്മുടെ ഷോറൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നിടത്ത് പേഴ്സണലി ഞാൻ കുറച്ച് നാൾ നടന്നതിനകത്ത്. കിടിലൻ വണ്ടി. ഇന്റീരിയർ ഒക്കെ ആയാലും പക്ക ഫുൾ നീറ്റ്. ബാക്കി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഒന്നുമില്ല. ഫുള്ള് ഷോറൂം ചെക്കപ്പ് ചെയ്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. എന്താ റേറ്റ് പറയണത്? ഇത് 6.20. 6,20,000 രൂപ. അപ്പൊ ഒരു 5.25 ലക്ഷം രൂപ ലോണും കിട്ടും. ഇവിടെ ഉള്ള എല്ലാ വണ്ടിക്കും 80-85% വരെ ലോൺ തരും. അത് ഫെഡറൽ ബാങ്കിലാണെങ്കിൽ ഫെഡറൽ ബാങ്കിന് പുതിയ വണ്ടിക്ക് കൊടുക്കുന്ന ആ സ്കീമിൽ തന്നെ ലോൺ കൊടുക്കാനും അവര് നല്ല പ്രൊഫൈൽ ഉള്ളവർക്കിട്ടാ. സിബിൽ സ്കോർ 700 മുകളിലുള്ളവർക്ക്. അപ്പൊ നല്ല വണ്ടിയാണ്. പിന്നെ ടയർ ഭാഗത്തെ പറ്റി നോക്കണ്ട. കാരണം ടയർ കുറവാണെങ്കിൽ ഇവർ റീപ്ലേസ് ചെയ്ത് വേറെ ടയർ ഇട്ട് തരാൻ തയ്യാറാണ്. പിന്നെ 1 വർഷം എല്ലാ വണ്ടിക്കും മീൻസ് 9 വർഷം പഴക്കം ഉള്ള വണ്ടിക്ക് എല്ലാനും 1 വർഷം ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ആയിരിക്കും എല്ലാവരും. ഇവർ അങ്ങനെ നോക്കി അങ്ങനെ ഉള്ള വണ്ടി എടുത്താൽ നമ്മുടെ ബ്രാൻഡിങ്ങിനെ അത് ബാധിക്കും. അത് തന്നെ, പോപ്പുലർ ആയതുകൊണ്ട് അവരുടെ ഇതിനെ ബാധിക്കണോണ്ട് അവരങ്ങനത്തെ വണ്ടികളൊന്നും എടുക്കാറില്ല. പിന്നെ പക്ക വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ പക്കയാണ്. മൈലേജ് എത്ര കിട്ടും? ഇതിന് 18 നിലവിൽ ആവറേജ് കാട്ടണം. ഇതിന് എങ്ങനെ പോയാലും 18 കിട്ടും, ഉറപ്പാണ്. എങ്ങനെയാണ് 18 കിട്ടും? നല്ലപോലെ സിറ്റി ഡ്രൈവിലും കിട്ടും. അപ്പൊ ലോങ് പോകുകയാണെങ്കിൽ ഒരു 20 വരെ. കമ്പനി എത്ര പറയണത്? കമ്പനി പറയണത് 22 എന്തോ ആണ്. 22 കമ്പനി. അത് കിട്ടുകയും ചെയ്യും. 1.2 ലിറ്റർ എഞ്ചിൻ എല്ലാത്തിനും കിട്ടും അല്ലേ? അപ്പൊ ഹൈവേ ഒക്കെ ഓടുകയാണെങ്കിൽ ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 1.2 എഞ്ചിൻ തന്നെ മാരുതിയുടെ എല്ലാ വണ്ടിക്കും. സ്വിഫ്റ്റ് പഴയ മോഡലിന് വണ്ടി, ഇത് നമ്മുടെ ഇഗ്നിസ്, ഫ്രോങ്സ്, ഇതിനൊക്കെ വന്നത് ഈ എഞ്ചിനാണ്. നല്ല മൈലേജ് കിട്ടുന്ന. പെട്രോൾ എടുക്കാൻ ആൾക്കാർ മടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ മാറി. ഈ മാരുതിയുടെ വണ്ടികളാണ്. ഇപ്പൊ പുതിയ സ്വിഫ്റ്റ് ഇറങ്ങാനുള്ളേ. ഇതിപ്പോ ഏതാ വേരിയന്റ്? ഇത് വന്നത് VXi ആണ്. VXi അതായത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള വേരിയന്റ് അല്ലേ? ഇല്ല, ഇത് മിഡ് വേരിയന്റ് ആണ്. അപ്പൊ നല്ലൊരു വണ്ടിയാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്കയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വണ്ടി മാരുതി വാഗനാർ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന്. ഇത് 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ വണ്ടിയാണ്. സിംഗിൾ ഓണർ 2017. 61,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് മാരുതിനെ സംബന്ധിച്ച് ഒരു കിലോമീറ്റർ അല്ല, 2 ലക്ഷം പഴം പോലെ പറഞ്ഞ വണ്ടിയാണ്. ധൈര്യപ്പെട്ട് എടുക്കുക വണ്ടി. 2017 ആണെങ്കിലും വെറും 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 2 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് വാഗനാർ ഓടാം. പിന്നെ ഇത് എന്താ റേറ്റ് ചോദിക്കുന്നത്? ഇതിന്റെ റേറ്റ് വന്നത് 4,15,000 രൂപ. 4,15,000 രൂപ. ലോൺ അവൈലബിൾ ആണ്. ലോൺ അപ്പൊ ഒരു 3.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അപ്പൊ ആർക്കും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വേറെ 65,000 രൂപ ഉണ്ടെങ്കിൽ ഈ വാഗനാർ ഒന്ന് എടുത്തുകൊണ്ടുപോവാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. പോപ്പുലറിന് വാറന്റി കിട്ടും. 1 വർഷത്തെ വാറന്റി കിട്ടും.
ധൈര്യപ്പെട്ട് എടുക്കുക. അതായത് പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ എടുക്കുക. സർവീസും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എല്ലാം ചെയ്തു തരും. പിന്നെ ടയർ ഇപ്പൊ തന്നെ ഒരു 80% എബ് ഉണ്ട്. നിങ്ങളൊരു പുതിയ വണ്ടി ഡെലിവറി എടുക്കും പോലെ. അതെ, അതായത് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ പോയിട്ട് പുത്തൻ വണ്ടി എടുക്കുന്ന അതേ എല്ലാ ഫെസിലിറ്റീസും ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് സർവീസ് കിട്ടും, ഇവിടുന്ന് വാറണ്ടി കിട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്തു തരും. ലോണും കിട്ടും. പുതിയ വണ്ടിക്ക് കിട്ടുന്ന പോലെ തന്നെ ലോണും കിട്ടും. അപ്പൊ ധൈര്യപ്പെട്ട് വന്ന് എടുക്കുക. പോപ്പുലറിന്റെ സ്ഥാപനമാണ്. നമ്മുടെ മെയിൻ കാര്യങ്ങളായ എൻജിൻ, ഗിയർ ബോക്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വാറണ്ടി തരുന്നുണ്ട്. പിന്നെ തേയ്മാനം സംഭവിക്കുന്ന ക്ലച്ച് പ്ലേറ്റ്, ടയർ ഇതിനൊന്നും തരില്ല. അതെ, അപ്പൊ എഞ്ചിനും ഗിയർ ബോക്സിനൊക്കെ ഇവർ വാറണ്ടി തരുന്നുണ്ട്. പിന്നെ ഇവർ വണ്ടി കസ്റ്റമറിന്റെ വാങ്ങിക്കുന്നത് ഇവർ 24 ടൈപ്പ് ചെക്കിങ്, അതും ക്വാളിഫൈഡ് ടെക്നീഷ്യനെ കൊണ്ട് ആ കോഴ്സ് പാസ്സായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ പേരെന്താണ്? ആളുടെ പേര് ജോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് 24 ടൈപ്പ് ചെക്കിങ് ചെയ്തിട്ടാണ് ഇവർ വണ്ടി വാങ്ങണത്. അതുകൊണ്ട് ധൈര്യപ്പെട്ട് നമുക്ക് വണ്ടി വന്ന് വാങ്ങിക്കാം. അത്യാവശ്യം വിലയും കുറച്ച്, റേറ്റും ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു ടീം തന്നെ ഉണ്ട്. അത് ശരിയാ, ഇവിടെ ഒരു ടീം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു വണ്ടി ചെക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്, വാഗനാർ. പിന്നെ മാരുതി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ക വണ്ടിയാണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ സൂപ്പറാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തതൊരു ചെറിയൊരു വണ്ടി, ചെറിയൊരു ഫാമിലിക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി, ടാറ്റ ടിയാഗോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞേ. ഇത് ടാറ്റ ടിയാഗോ XZ 2021 മോഡലാണ്. XZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന് താഴെയുള്ള മിഡിൽ ലെവൽ വേരിയന്റ്. ഡ്യുവൽ എയർ ബാഗ്സ് ഉണ്ട്, ഇൻഫോർടൈൻമെന്റ് ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ 2 സപ്പോർട്ട്, ഇൻഫോർടൈൻമെന്റ്, ഡ്യുവൽ എയർ ബാഗ്സ്, ബാക്കി ഹാർമാന്റെ സ്പീക്കർ സിസ്റ്റം ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വണ്ടിയാണ്. 2021 മുതൽ 39,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2021 മുതൽ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. അപ്പൊ പുതിയ വണ്ടി എടുക്കണവർക്ക് വന്നെടുക്കാം സുഖമായിട്ട്. പുത്തൻ വണ്ടിയുടെ എല്ലാ ഫെസിലിറ്റീസും ഇവിടുന്ന് കിട്ടും. വാറണ്ടി, സർവീസ് എല്ലാം കിട്ടും. എന്താ റേറ്റ് ചോദിക്കുന്നത്? ഇത് 5,40,000 നെഗോഷ്യബിൾ ആണ്. ഇവിടെ പിന്നെ അധികം കാര്യമായിട്ടൊന്നും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് പ്രതീക്ഷിക്കണം. കാരണം ഇവര് അങ്ങനത്തെ ഒരു സ്ഥാപനമല്ല, ഇതൊരു പോപ്പുലറിന്റെ സ്ഥാപനം ആയതുകൊണ്ട് ഏകദേശം ഒരു ഫിക്സഡ് റേറ്റ് അല്ല, എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാന്നുള്ളൂ അല്ലേ. ഇതിനപ്പോ ഒരു 4,15 ലക്ഷം രൂപ വരെയൊക്കെ, 4.5 വരെയൊക്കെ ലോണും കിട്ടും. 1 ലക്ഷം രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇവിടുന്ന് ഏത് വണ്ടിയും വന്ന് വാങ്ങിച്ചോണ്ട് പോവാം. 4.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഇതിന് മൈലേജ് എന്ത് കിട്ടും? ഇതിന് മൈലേജ് ഒരു 15 പ്രതീക്ഷിച്ചാൽ 15 പ്രതീക്ഷിച്ചാൽ മതി. പെട്രോൾ 20 കമ്പനി പറയണ, ഹൈവേയിൽ കിട്ടുമായിരിക്കും. നമ്മൾ ലോക്കലല്ല ഒട്ടുമിക്കത് തുടങ്ങി. 15 കമ്പനി പറയണ എത്രയാണ്? 20 കമ്പനി പറയണം. അപ്പൊ ഹൈവേയിലൊക്കെ ഓടുകയാണെങ്കിൽ ഒരു 18-19 വരെയൊക്കെ കിട്ടും. ഇപ്പൊ സിറ്റി ഡ്രൈവ് അതുപോലെ ലോക്കലൊക്കെ ഓടുമ്പോൾ ഒരു 15-16 കിട്ടാൻ ചാൻസ് ഉള്ളൂ. നല്ല വണ്ടിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പുതിയ വണ്ടിയുടെ ഇതൊക്കെ തന്നെ ഉണ്ട്. ഇന്റീരിയറും പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ടയർ വേണമെങ്കിൽ ഇവര് റീപ്ലേസ് ചെയ്ത് തരും. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോയിൽ 5 വണ്ടിയെ ഉൾപ്പെടുത്തുന്നുള്ളൂ. കാരണം ഒരുപാട് വണ്ടി ആയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പെരുമ്പാവൂർ ഈ കാർ ട്രെൻഡ്സിന്റെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഏത് ടൈപ്പ് വണ്ടിയും ഉണ്ട്. ഇവർ സർവീസ് സെന്ററും ഉണ്ട്, കാർ വാഷൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം പക്കയാക്കിയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. ആർക്കും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണിച്ചത് കൂടാതെ വേറെ പല വണ്ടികളും, പല ടൈപ്പ് എല്ലാത്തിൻ്റെയും വണ്ടികളുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയിട്ട് വണ്ടികൾ വാങ്ങിക്കുക. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്, വന്ന് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, പുതിയ വണ്ടി വാങ്ങാൻ ആരെങ്കിലും തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ വണ്ടി വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കാർ ട്രെൻഡ്സ് സന്ദർശിച്ചിട്ട് ഇവിടെ നോക്കിയിട്ട് പുതിയ വണ്ടി വാങ്ങിക്കാൻ പോവാം. കാർ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഈ യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയ യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ വീഡിയോയുമായി മാസ് ഓട്ടോ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.